പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. ലൊക്കേഷൻ ആ ഷാപ്പ് പായ സമയത്താണ് ആ വീഡിയോ എടുത്തത്. ഒരു മുത്തം കൊടുത്ത് നിർത്തിക്കോ കേട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തിരുന്നാൽ നമസ്കാരം. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസങ്ങൾ രേണുസുധിയുടെ ഒരു ആൽബം ഇറങ്ങി. അതിനെ തുടർന്ന് വളരെ വിവാദമായ ചർച്ചകൾ ഉണ്ടാവുകയും അതിനെതിരായിട്ട് കുറേ ആളുകൾ പ്രതികരിക്കുകയും വീഡിയോസൊക്കെ ആയിട്ട് വരികയൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് കള്ളിപ്പെണ്ണും കള്ള് ഷാപ്പും അങ്ങനെ കണ്ടാണ് ആ ഒരു ആൽബത്തിൻ്റെ ആ ഒരു പേരെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട്, പിന്നെ പ്രജീഷ്, പിന്നെ അക്ഷയ് എന്ന് പറഞ്ഞൊരു പുതിയൊരു നായകന്, ഇവർ 3 പേരും രേണുസുധിയും കൂടെ അഭിനയിച്ച കുറേ തകർപ്പൻ രംഗങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. തകർപ്പൻ എന്നല്ല പറയേണ്ടത്, ചൂടൻ രംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ഒരു വീഡിയോസ് അതൊക്കെ കണ്ടപ്പോൾ തന്നെ ആളുകൾ ഒരുപാട് നെഗറ്റീവായിട്ട് പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു പ്രതികരണത്തിന് ശേഷം വളരെ ചർച്ചയായതിനു ശേഷമായിരിക്കും അതിൻ്റെ ഒരു സംവിധായിക എന്ന് പറയുന്നത് RJ ലച്ചു എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ യുവതിയെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇവർ പറയുന്നത് ഇവരുടെ അനുവാദത്തോടു കൂടി ഉണ്ടായിരിക്കുന്ന ആ ഒരു വിഷ്വൽസ് ഒന്നും അല്ല ഇത് എന്ന്, അത് റീലൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് RJ ലച്ചു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടിട്ട് കടന്നു വരാം. 2 സീൻ എടുത്ത് പുറത്ത് കിടപ്പുണ്ട്. സീൻ പുറത്ത് കിടക്കുന്നത് നമ്മുടെ ഇതിൽ തന്നെയാണ് അവർ തന്നെ മീഡിയ ഇട്ടേക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. ദാസേട്ടനും രേണു ചേച്ചിയും പിന്നെ രതീഷൊക്കെ കൂടിയിട്ട് റീൽ എടുത്തതാണ് അല്ലേ? അതിന് എനിക്കിപ്പോ ഞാനത് വർക്ക് ചെയ്യാൻ വിളിച്ചെന്ന ബേസിൽ എനിക്ക് അവരെ എന്റെ അഭിനയത്തിൽ നിർത്താൻ പറ്റില്ല. എന്റെ ലൊക്കേഷൻ ആ ഷാപ്പ് പായ സമയത്താണ് ആ വീഡിയോ എടുത്തത്. അപ്പം ലൊക്കേഷൻ ഒരു റീൽസ് ആയിരുന്നു അത്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇപ്പൊ രേണുസുധിനെ ഇപ്പൊ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ വെച്ചിട്ട്. അതിലെന്തോ ഒരുപാട് സെക്സ് കണ്ടന്റ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ആൽബത്തിൽ അങ്ങനെ ഉണ്ടോ? 10-50 പേര് നിൽക്കുന്നിടത്ത് അങ്ങനെ നടക്കുക സംഭവം. ഞങ്ങളെ കാണാമെന്ന് ബാക്കിയുള്ള ആൾക്കാർ ഇവരെല്ലാം നിൽക്കും. ശരിക്കും റീലായിരുന്നു അത്. റീലായിരുന്നു അത്. പ്രൊമോഷൻ റീലായിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. വിഷ്വൽസ് ഒരിക്കലും അത് പ്രൊമോഷന് വേണ്ടി എടുത്തത്. അതും അതായത് അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരം അവന് എന്ത് ചെയ്യുന്ന പ്രകാരം പറയുന്നത് അവരുടെ ആ കള്ളുഷാപ്പിലെ ആ ഒരു ആൽബം ഷൂട്ടിങ് പായതിനു ശേഷം ഈ ദാസേട്ടനും പ്രജീഷും അക്ഷയും എല്ലാം കൂടെ എടുത്തു പൊക്കുന്ന ഒരു വീഡിയോ കാണിക്കുന്നത് അത് അവരുടെ ഇഷ്ടപ്രകാരം നടത്തിയ അവരുടെ മാത്രം ഒരു ഇഷ്ടത്തോടെ നടത്തിയ ഒരു റീലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അവരുടെ ഈ ഒരു ആൽബത്തിൻ്റെ ഭാഗമായിട്ടുള്ള സീനുകളൊന്നും അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ ആൽബം ഷൂട്ടിങ് കഴിഞ്ഞ് ഇതെല്ലാം പായ്ക്കപ്പായി പോകാൻ തുടങ്ങുമ്പോൾ എന്തിനാണ് നിങ്ങളുടെ ആ ഒരു ഉത്തരവാദിത്വത്തിൽ നടക്കുന്ന ആ ഒരു ലൊക്കാലിറ്റിയിൽ നടക്കുന്ന നിങ്ങളുടെ ക്യാമറാമാന് ആ ഒരു ഇതെല്ലാം നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട സ്ഥലത്ത് നിങ്ങളുടെ അനുവാദമില്ലാതെ ഇങ്ങനെ ഒരു ആൽബം ഷൂട്ടിങ് ഇങ്ങനെ ഒരു റീൽ നടത്താൻ നിങ്ങൾ എന്തുകൊണ്ട് സമ്മതിച്ചു? അതുതന്നെയല്ല, ആ ആൽബത്തിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന അതേ ഡ്രസ്സ് തന്നെയാണ് രേണു ഇതൊരു റീലാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവർ 4 പേരും ആ ഒരു ഡ്രസ്സ് തന്നെയാണ് ഈ രംഗങ്ങളിൽ അവർ അഭിനയിച്ചിരിക്കുന്നത്. ആ ഡ്രസ്സ് ഇട്ടാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കാണുമ്പം ജനങ്ങൾക്ക് ആ ഒരു ആൽബത്തിൻ്റെ ആ ഒരു ബാക്കി ഭാഗം അതിൻ്റെ അകത്തുള്ള പാട്ട് സീനാണ് എന്നുള്ള രീതിയിൽ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ ആൽബത്തിൻ്റെ ആ ഒരു വിഷ്വൽസ് പുറത്ത് വിടുന്ന സമയത്ത് ഇതെന്തിനാണ് എന്നാൽ പിന്നെ ഇതും കൂടെ വിട്ടത്? നിങ്ങൾക്കെന്നാൽ താല്പര്യമില്ല നിങ്ങളുടെ ഈ ആൽബത്തിൻ്റെ ഈ വിഷ്വൽസ് പുറത്ത് വിടുന്ന സമയത്ത് ഈ റീല് പുറത്ത് വിടരുതെന്ന് നിങ്ങൾക്ക് വിലക്കാമായിരുന്നു.
അപ്പം നിങ്ങളുടെ ആ റെസ്പോൺസിബിലിറ്റിയിലുള്ള ആ ഒരു ഏരിയയിൽ നിങ്ങളുടെ ആ ഇതിൽ നടക്കുന്ന ആ ഒരു ആൽബം ഷൂട്ടിങ്ങിനിടയിൽ ഇങ്ങനെ ഒരു ഇതേ കോസ്റ്റ്യൂമിൽ വെച്ച് തന്നെ ഈ ഒരു ലൊക്കേഷനിൽ തന്നെ കള്ളുഷാപ്പിൽ വെച്ച് തന്നെ ഈ രേണുവിനെ എടുത്തു പൊക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു വീഡിയോ ചിത്രീകരിക്കാൻ നിങ്ങൾ അനുവദിക്കരുതായിരുന്നു. നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ ആൽബത്തിന് ഒരു നെഗറ്റീവ് വരുമെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇതിങ്ങനെ അനുവാദമില്ലാതെ നിങ്ങൾ ഇവരെ കൊണ്ട് ഇങ്ങനെ നടത്തിപ്പിക്കരുതായിരുന്നു. നിങ്ങളുടെ ആ ഒരു ലൊക്കേഷനിൽ വെച്ച് ഇത് ഷൂട്ട് ചെയ്യരുതായിരുന്നു. ഇതിപ്പോൾ ഒരുപാട് നെഗറ്റീവുകൾ ഈ ഒരു ആൽബത്തെക്കുറിച്ച് വന്നപ്പോഴത്തേക്കിന് ഈ ചേച്ചിയാണെങ്കിൽ ഉരുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കുറേ കാര്യങ്ങളാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവർ പറയുമ്പോൾ ഇവരെ അത്ര നമുക്കൊന്നും പോസിറ്റീവ് ആക്കി അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അവരെ ചിത്രീകരിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ എന്താ മന്ദാരച്ചേല് ആ ഒരു ഇത് ആൽബം, അതുപോലെ തന്നെ ഇപ്പോൾ ഇതെല്ലാം ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാകട്ടെ ജനങ്ങളാകട്ടെ ഇത് കണ്ടിരിക്കുന്ന എല്ലാ ആളുകളും ഇവരെ ഒരു പടത്തിൻ്റെ ലെവലിൽ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമല്ല. കാരണം എല്ലാ രംഗങ്ങളിലും എല്ലാ ആൽബത്തിൻ്റെ അകത്തും ഇവർ എന്താ പറയുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു കെട്ടിപ്പിടുത്തവും റൊമാൻറ്റിക്കും ഒക്കെ അതിരുവിട്ടുള്ള രീതിയിലേക്ക് ഓരോ ആൽബവും കഴിയുമ്പോൾ അടുത്ത ആൽബത്തിലേക്ക് വീണ്ടും വീണ്ടും കൂടുതലുമായിട്ട് എക്സ്ക്ലൂസീവ് രംഗങ്ങളാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് രേണുവിനെയും കൂടെ കൂട്ടി റീച്ചിന് വേണ്ടിയിട്ട് അത്രയും ഇതായിട്ട് നടത്തുന്ന ആൽബം ഷൂട്ടിംഗ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് ആൽബത്തിൻ്റെ മറവിൽ എന്താ പടം ചിത്രീകരിക്കുന്നു എന്നൊക്കെയുള്ള ആളുകൾ പറയുന്നു. ഇപ്പോൾ നിങ്ങളിത് ഇങ്ങനെയുള്ള രംഗങ്ങൾ, ഇതുപോലുള്ള ചൂടൻ രംഗങ്ങൾ ഇടുമ്പോഴത്തേക്കിന് കാണുന്ന ജനങ്ങൾക്ക് അതിനുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ ഒരു അഭിപ്രായമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ കണ്ടിട്ട് ഈ ഒരു ഇത് വീഡിയോ കണ്ടിട്ട് അവർ വിലയിരുത്തിയിരിക്കുന്ന ആ ഒരു ലെവലിലേക്കാണ്. കാരണം നിങ്ങൾ തന്നെ ഈ ലച്ചു എന്ന് പറയുന്ന ഈ സ്ത്രീ തന്നെ ദാസേട്ടനും രേണുവുമായിട്ടുള്ള ഈ എന്താ അവർ തമ്മിലുള്ള രംഗങ്ങൾ, ചൂടൻ രംഗങ്ങൾ, കുൽസിത വീഡിയോ എന്നൊക്കെ പറയുന്ന ആ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഇവർ തമ്മിൽ എനിക്ക് തോന്നുന്ന ഒരു ശകലം പോലും ഗ്യാപ്പില്ല. ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം പോലും കടത്തിവിടാൻ പോലുമുള്ള ഗ്യാപ്പില്ലാതെ ഒട്ടിപ്പിടിച്ച് ചേർന്ന് നിന്നിട്ടും കെട്ടിപ്പിടിക്ക് ദാസേട്ടാ കുറച്ചും കൂടെ ചേർന്ന് പിടിക്ക് ദാസേട്ടാ കുറച്ചും കൂടെ ചേർന്ന് പിടിക്ക് ദാസേട്ടാ എന്നും പറഞ്ഞ് ഈ RJ ലച്ചു എന്ന് പറയുന്ന സ്ത്രീയെ പറയുന്ന ഭാഗങ്ങൾ നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോൾ അവർ എത്രയായിട്ടാണെങ്കിലും അവർക്ക് പോരാ, പിന്നെയും ഒന്നും കൂടെ കിടന്ന് അതിൽ കൂടുതൽ എങ്ങനെയാണ് കെട്ടിപ്പിടിക്കുന്നത്, ഇനി എങ്ങനെയാണ് കിടന്നിനിയും ഉരുണ്ടു മറിയണോ, എന്താ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ അവർ വീണ്ടും വീണ്ടും ഒന്നും കൂടെ അമർത്തിപ്പിടിക്കെന്നും പറഞ്ഞുകൊണ്ട് പറയുന്ന ഭാഗങ്ങൾ നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ ഈ രേണുവിനെ അഭിനയിച്ച് കാണിക്കുന്ന ഈ അക്ഷയുമായിട്ടുള്ള ഒരു കെട്ടിപ്പിടുത്ത സീനുണ്ട്. അതൊക്കെ കാണുമ്പോൾ അഭിനയമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള രംഗങ്ങളാണ് ഈ ലച്ചു എന്ന് പറഞ്ഞ സ്ത്രീ കാണിച്ചു കൊടുക്കുന്നത്. കാരണം അത്രയധികം ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് അഭിനയമൊന്നും അല്ല, ഇത് അവരുടെ യഥാർത്ഥത്തിൽ കാണിക്കുന്ന അവിടെ എന്തോ ഏപ്പടം ചിത്രീകരിക്കുന്നവരല്ലെങ്കിൽ അവർ രണ്ടും തമ്മിലുള്ള എന്തൊക്കെയോ രംഗങ്ങൾ, ചൂടൻ രംഗങ്ങൾ നടക്കുന്നതായിട്ടാണ് അത് കാണുന്ന മനുഷ്യർക്ക് തോന്നുന്നത്. അത്രത്തോളം അഴിഞ്ഞാടിയ രംഗങ്ങളാണ് ഇവരുടെ വീഡിയോയ്ക്കകത്ത് ഉടനീളം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇതിനെതിരായിട്ട് ഇങ്ങനെയുള്ള കമൻറ്റുകൾ പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു നമ്പരുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഇവരുടെ അറിവോടുകൂടിയല്ല, ഇത് വീഡിയോയ്ക്കകത്തുള്ള ഭാഗങ്ങളല്ലായിരുന്നു, ആൽബത്തിൻ്റെ അകത്തെ അല്ലായിരുന്നു, ഇവർ റീല് എടുത്തിരിക്കുന്നതാണ് ഈ 4 പേരും കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഇപ്പം പുള്ളിക്കാരത്തി രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതെത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും ഇവരുടെ ഈ വിഷ്വൽ പുറത്തു വിടുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള രംഗങ്ങൾ ഇതേ രീതിയിലുള്ള വേഷത്തോടുകൂടി ഇവരുടെ ആൽബത്തിൽ ആ കള്ളുഷാപ്പിൽ നടക്കുന്ന ആ ഒരു ആൽബത്തിൻ്റെ അതേ കോസ്റ്റ്യൂമിൽ കൂടെ തന്നെ വന്നിട്ട് കള്ളുഷാപ്പിൽ തന്നെ നിന്ന് വന്ന് അഭിനയിക്കണമെങ്കിൽ ഇവരുടെ അനുവാദം ഇല്ലാതെ ഒരിക്കലും നടക്കുകയില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഷൂട്ടിംഗ് പായ്ക്കപ്പ് ചെയ്ത് പോയെങ്കിൽ എങ്ങനെയാണ് പിന്നെ അവിടെ ആ കള്ളുഷാപ്പ് എന്ന ആ ലൊക്കേഷനിൽ തന്നെ നിന്ന് ഇങ്ങനെ ഒരു റീല് ചെയ്യുന്നത്? ആ ഒരു കാര്യം കൂടെ എന്താ ജനങ്ങളെല്ലാവരും പൊട്ടന്മാരാണെന്നാണോ കരുതുന്നത്? അന്നേരം ഇവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ലച്ചു എന്ന് പറഞ്ഞ സ്ത്രീക്കെതിരെ ഒരുപാട് ഇപ്പം ആരോപണങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ വെളുപ്പിക്കാനുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.